കഴിഞ്ഞ ദിവസം നമ്മുടെ ബജറ്റ് എല്ലാവരും കേട്ടു, വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റ്. പക്ഷെ ആ ബജറ്റിൽ ഒരുപാട് പ്രോജക്റ്റുകൾ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കാൻ ആവശ്യമായ പണം നമ്മുടെ ഖജനാവിൽ ഇല്ലെന്നും എല്ലാവർക്കും അറിയാം, വളരെ വ്യക്തമായി തന്നെ അറിയാം. അങ്ങനെയെങ്കിൽ കേന്ദ്രം അതിനെന്തെങ്കിലും സഹായിക്കുമോ നമ്മുടെ കേരളത്തെ പിടിച്ച് കരകയറട്ടെ? തീർച്ചയായിട്ടും സഹായിക്കും. എന്തായിരിക്കും ആ മാം സഹായം? പറഞ്ഞ നല്ലൊരു ക്വസ്റ്റ്യനുമാണ്. നല്ല കേരളം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാലികേറ മലയല്ലെന്ന് 3 MLA-മാർ കിട്ടിയതുകൊണ്ട് തെളിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും കേന്ദ്രം ഫെഡറൽ സംവിധാനത്തിൽ ഭരണം മുഖ്യമന്ത്രിയാണ്, കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ കൊടുത്താൽ ഇനിയും BJPക്ക് കേരളത്തിൽ വളരുവാൻ കഴിയുമെന്ന് കേന്ദ്ര നേതാക്കൾക്കും അറിയാം, ആരാധ്യനായ പ്രധാനമന്ത്രിക്കും അറിയാം. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം ദിവസം 45 മിനിറ്റ് നേരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചർച്ച ചെയ്തു. അത് തികച്ചും കേരളത്തിൻ്റെ മാം പറഞ്ഞ പ്രോജക്റ്റുകളാണ്. കേരളം ഇന്നും രക്ഷപ്പെടാത്തൊരു സംസ്ഥാനമാണ്. തൊട്ടടുത്ത തമിഴ്നാട് വളരെ പുരോഗതിയിലേക്കും ഫാക്ടറിയിലും വ്യവസായപരമായിട്ടും ഡെവലപ്മെൻറ്റ് പോകുന്നു. തൊട്ടപ്പുറത്തെ സംസ്ഥാനവും വളരെ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നു. കേരളം ഇന്നും രൂപം കൊണ്ടതിന് മുൻപ്, കേരളം 50-ൽ രൂപം കൊണ്ട് ഇതുവരെയും സ്വയം പര്യാപ്തമായ ഒരു ഫാക്ടറിയോ സ്വയം പര്യാപ്തമായ അഭ്യസ്തവിദ്യരായിട്ട് ജോലി കൊടുക്കുന്ന ഒരു 2500 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമോ ഇല്ലാത്ത ഒരു സ്റ്റേറ്റായി മാറിയത് ഇവിടുത്തെ രാഷ്ട്രീയ പകപോക്കലുകളാണ്. ഏത് ഗവൺമെൻറ് വന്നാലും കേന്ദ്രത്തെ കുറ്റം പറയും, ആകുന്ന അത്ര കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് ഇവിടുത്തെ നികുതികൾ പിരിക്കുന്നത്? ഇവിടുത്തെ മുതലാളിമാരെ കണ്ട് കാശുകൾ എടുക്കാത്തത്? ഇവിടുത്തെ മുതലാളിമാരെ നമ്മുടെ GSTയോ അതുപോലെ തന്നെ സർവീസ് ടാക്സുകളോ TDSകളോ പിടിക്കാനല്ല, മുതലാളിമാരെ ഫണ്ട് പിരിക്കുവാൻ വേണ്ടി വച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ വികസനത്തിലുള്ള ചുങ്കങ്ങൾ പിരിക്കുവാൻ ഗവൺമെൻറ് ഉന്നതാധികാര ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടിന് വേണ്ടി മുതലാളിമാർ മാറ്റിവെക്കും. ഉദാഹരണം, ഒരു വലിയ മുതലാളിയെ പിടിച്ചൊന്ന് വയ്ക്കണം ഗവൺമെൻറ്, വലിയ ഹ്യൂജ് എമൗണ്ട് സ്റ്റേറ്റ് ടാക്സ് അടയ്ക്കാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആ ഉദ്യോഗസ്ഥർ തന്നെ കോർട്ടിൽ പോയിട്ട് നിയമ വഴികൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ടാക്സ് ഈ ഗവൺമെൻറ് ഇരിക്കുന്ന 5 വർഷം കൊണ്ട് അടയ്ക്കണ്ട, ഓരോ വർഷവും കേസ് മാറ്റിവെച്ച് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഓഹരി പാർട്ടിക്കും കൊടുക്കും, ഉദ്യോഗസ്ഥർക്കും കൊടുക്കും. അതാണ് നാളിതുവരെ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ നികുതികൾ കേരളത്തിൽ നിന്ന് തന്നെ പിരിക്കേണ്ട മുതലാളിമാർ കേരളത്തിലുണ്ട്. ആ മുതലാളിമാരിൽ നിന്നെല്ലാം പാർട്ടി ഫണ്ടുകൾ സ്വീകരിക്കുന്നതല്ലാതെ കേരള വികസനത്തിന് വേണ്ടി ഒന്നും 2 ഗവൺമെൻറ്റുകളും നാളിതുവരെ ചെയ്തിട്ടില്ല. ഇവിടുത്തെ വസ്തുക്കൾ കൊണ്ട് ഇവിടെ ഡെവലപ്മെൻറ്റ് ചെയ്യാതെ നരേന്ദ്രമോദിയെയും നിർമ്മല മാമിനെയും കുറ്റം പറഞ്ഞാൽ എന്ത് കാര്യം? നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ ധനമന്ത്രി എപ്പോഴും കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ, മുൻ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തെ നിരുത്സാഹപ്പെടുത്തുന്നു. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം തലയിടുന്നു, കൈകടത്തുന്നു. എന്തോന്നാണ് കേരളത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി ചെയ്യാത്തത്? നരേന്ദ്രമോദി ഗവൺമെൻറ് ഇല്ലായിരുന്നു എങ്കിൽ ഈ 10,000-2000 പേർ ഇപ്പോഴും തന്നെ ജോലി കിട്ടിയ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുമായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമല്ലേ അനുമതി കൊടുത്തത്. വാജ്പേയി ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലെ പദ്ധതി കൊണ്ടുവന്നത്. അതിനുവേണ്ടി 780 കോടി രൂപ വയബിലിറ്റി ഫണ്ട് അനുവദിച്ചത് BJP ഗവൺമെൻറ് അല്ലേ? രണ്ടാമത് അവിടുത്തെ ഗ്രീൻ സംവിധാനം മാറ്റിയത് നമ്മുടെ പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? അവിടുത്തെ തുറമുഖക്കാർക്ക് മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് സെപ്പറേറ്റ് പോർട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത് കേന്ദ്ര തുറമുഖ മന്ത്രാലയമല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രീൻ ചുവപ്പ് നാടുകൾ മാറ്റിക്കൊടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കേരളത്തിന്. പക്ഷേ ആകുന്നത്ര രീതിയിൽ ആ പദ്ധതിയെ തുരങ്കം വയ്ക്കുകയാണ് ചെയ്തത്. ഇന്നും മാം ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ കാർഗോ ഷിപ്പിൽ ഇവിടെ വന്ന് ഇറക്കി കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്ത് ബൈ റോഡ് ലോജിസ്റ്റിക്സ് പോവാൻ റോഡില്ല. സാധാരണക്കാർ പോകുന്ന റോഡിൽ കൂടി 28 വീലുള്ള കണ്ടെയ്നർ ട്രെയിലർ പോയ ആക്ടിഹോണ്ട പോകുന്നവരെല്ലാം ആ വണ്ടിക്കടിയിലാവും.
അപ്പോൾ സെപ്പറേറ്റ് കാർഗോ കൊണ്ടുപോകാൻ മംഗലാപുരത്തു നിന്നുള്ള റോഡ് പോലെയോ പൂന മുതൽ താന വരെയുള്ള ഹാർബർ റോഡ് പോലെയോ പുതിയ റോഡുകൾ ചെയ്യണം. അതിനുവേണ്ടിയുള്ള റോഡാണ് ലിങ്ക് റോഡെന്ന് പറയുന്നത്. അത് ചെന്ന് മംഗലാപുരത്ത് കയറി നാവായിക്കുളം ലിങ്ക് റോഡിന് വേണ്ടി സ്ഥലം അക്വസിഷൻ ചെയ്തു. 4 വർഷമായി. ആ അക്വസിഷൻ ചെയ്ത അവർക്ക് വീട് വയ്ക്കുവാൻ പറ്റുന്നില്ല, വസ്തു വിറ്റ് കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല, വേറെ സ്ഥലത്ത് മാറി താമസിക്കാൻ പറ്റുന്നില്ല, വാടകയ്ക്ക് പോയവർക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല. എന്നേ ആ പദ്ധതി ഉപയോഗിക്കാമായിരുന്നു. കേരളം കംപ്ലീറ്റ് കിഫി എന്ന് പറഞ്ഞ് ഒരു പുതിയ ഫൈനാൻഷ്യൽ സംവിധാനം കൊണ്ടുവന്ന് ഫണ്ടുകളെല്ലാം ദുരുപയോഗം ചെയ്തു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായിട്ട് 45 മിനിറ്റ് നേരം ചർച്ച ചെയ്തു. കേരളത്തിൽ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരും. ഇതായിപ്പം കേരളം കിഫ്ബി ശരിക്കും ഇപ്പം ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ്. പക്ഷെ അതൊരു അഴിമതി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പൊതുവെ മുമ്പത്തെ ഗവൺമെന്റ് വെച്ചിരുന്നത്. കിഫ്ബി വഴി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഫുള്ളായിട്ടുണ്ടോ? എല്ലാം പകുതി വഴിയാണ്. എഡ്യൂക്കേഷൻ ആയാലും ഇറിഗേഷൻ ആയാലും മറ്റ് ഡെവലപ്മെന്റ് റോഡായാലും എല്ലാം മോശമാണ്. അപ്പോൾ അവർ കിഫ്ബി വഴി കമ്മീഷൻ വ്യവസ്ഥയിൽ പാർട്ടികൾക്ക് ഫണ്ട് പോകുന്ന ഒരു വ്യവസ്ഥിതിക്കാണ് ഈ വലിയ ബുദ്ധിരാക്ഷസൻ എന്ന് പറയുന്ന തോമസ് ഐസക്ക് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. പക്ഷെ കിഫ്ബി പരാജയമാണ്. അത് ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേര് TV ചാനൽ ടോക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. കിഫ്ബി സമ്പ്രദായം പരാജയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ധനമന്ത്രി, നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ പറഞ്ഞത്, ഖജനാവിൽ 5 പൈസയില്ല, പൂച്ച പെറ്റ് കിടക്കുന്നു. ഞാൻ വന്നാൽ ഖജനാവ് നിറയ്ക്കുന്ന പദ്ധതി എനിക്കറിയാം. അതുകൊണ്ടാണ് ബുദ്ധിമാനായ VD സതീശൻ തുറമുഖ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്, ധനകാര്യവും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. കുറേ പദ്ധതികൾ നല്ല പദ്ധതികളാണ്, ഇല്ലെന്ന് പറയുന്നില്ല. മിഷൻ സതീശൻ നല്ല പദ്ധതികളാണ്. അദ്ദേഹം കേന്ദ്രവുമായിട്ട് ഡിസ്കഷൻ ചെയ്ത് എന്തായാലും ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം കേന്ദ്രവും കേരളവും തുല്യ രമ്യതയിൽ പോയാൽ മാത്രമേ, അവിടെ ക്രാഷിൽ വന്നാൽ എല്ലാം മുടങ്ങും. കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ. പിന്നെ BJP കൈകോർത്ത് പിടിക്കും. BJP മറ്റു സ്ഥലത്തെ കോൺഗ്രസ്സുകാരെ കാണുന്ന പോലെയല്ല കേരളത്തിലെ കോൺഗ്രസ്. ഇവരുടെ ആശയപരമായിട്ട് ഡെവലപ്മെന്റിന് താല്പര്യമുള്ള മിനിസ്റ്റർ CM ആണെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. നമുക്കറിയാം. ഇതുവരെയും കേരളത്തിൽ BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നു, രാജഗോപാൽ സാറ്. പിന്നെ കിട്ടിയില്ല. ഇപ്പം കിട്ടിയത് 3. ഈ 3 MLA 30 പേരുടെ ജോലി ഈ ഗവൺമെൻറ്റിൽ ചെയ്താൽ ഭാരതീയ ജനതാ പാർട്ടി 2031 വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അധികാരത്തിൽ വരുവാൻ ചാൻസ് ഉണ്ട്. അന്ധമായ കോൺഗ്രസ് വിരോധം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ തൊഴിലിന് വേണ്ടി കേന്ദ്രം ആകുന്നത്ര രീതിയിൽ ഫണ്ടും ഫിനാൻഷ്യലായിട്ടും പ്രോജക്റ്റായിട്ടും സഹായിക്കുകയാണ് VD സതീശന് ചെയ്യുകയാണെങ്കിൽ കേന്ദ്രം നല്ല രീതിയിൽ പോകും. കേരളത്തിൽ എന്തായാലും കാശില്ല എന്ന് കേന്ദ്രത്തിനറിയാം. കേരളത്തിൽ ഖജനാവ് കാലിയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും അറിയാം. ഇപ്പോൾ എല്ലാ ജനങ്ങൾക്കും അറിയാം. ജനങ്ങൾക്ക് 6000 കോടി രൂപ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കള്ള ഫൈനാൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് സാധാരണ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം മനസ്സിലായി. അത് ജനങ്ങളോട് എത്തിക്കുവാൻ സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും കഴിഞ്ഞു. അതാണ് സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വിജയം, ആ ക്യാബിനറ്റിൻ്റെ വിജയം. ജനങ്ങളെ ധരിപ്പിച്ചു. ഇനി വരുന്ന ഡെവലപ്മെൻ്റ് എല്ലാം സതീശൻ CM-ഉം ആരാധ്യനായ നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകളുടെ ഡെവലപ്മെൻറ്റാണ് പച്ചവയ്ക്കുന്നത്. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ എന്നത് പാപ്പനംകോട് മുതൽ ഏകദേശം ആറ്റിങ്ങൽ വരെയുള്ള മെട്രോയ്ക്ക് ഗവൺമെൻറ്റിന് EM ശ്രീധരൻ്റെ പച്ചക്കുടി കൊടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് 2 മെഡിക്കൽ കോളേജും കൂടെ വരുമല്ലോ. കറേ അത് പ്രത്യേകിച്ച് മാം പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു, 2ാമത്തെ മെഡിക്കൽ കോളേജിന് ആകുന്ന അത്ര സാമ്പത്തിക സഹായം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ കൊടുക്കുമെന്ന് മെനഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞു. 2ാമത് വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ ലിങ്ക് റോഡ് യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. ഇന്ന് ആ ഗ്രീൻ ബെൽറ്റ് മാറ്റി ആ മലകളൊന്നും ഇടിച്ചു നിരത്താതെ തുരങ്ക പാതയായി 66.8 കിലോമീറ്റർ പൈസ കൊടുക്കുവാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ മേമുമായിട്ട് VD സതീശൻ ഉഭയകക്ഷി ചർച്ചകൾ ചെയ്തു. 1 മാസത്തിനകം പ്രാരംഭ നടപടികൾക്കാവും. ഇതാ ആ ക്ലോവർ ലിങ്ക് റിംഗ് റോഡ് ആ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തത് ഈ ഗവൺമെൻറ് ട്രയൽ റണ്ണ് മെനഞ്ഞാന്ന് കഴിഞ്ഞു. കാർഗോ പുറത്തിറക്കി പോകേണ്ട വ്യവസ്ഥിതി സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിരിക്കുന്നു.
കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ ക്ലോവർ റിംഗ് റോഡ് തുറക്കുകയും കാർഗോ ട്രാൻസാക്ഷൻ രാവിലെ 5 മണിക്ക് മുമ്പേയും രാത്രി 9 ജനങ്ങൾ റോഡിൽ ഇറങ്ങുന്നതിന് മുമ്പേ ട്രാൻസാക്ഷൻ ചെയ്യുവാൻ അനുമതി ചോദിച്ചിരിക്കുന്നു. അതുപോലെ ഈ മലപ്പുറത്താണെങ്കിലും സാർ ഇപ്പം ശരിക്കും നിപ്പ ഷിഗല്ല ഒക്കെ മലപ്പുറം സൈഡില് ഒരുപാട് കൂടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ജില്ലാ ആശുപത്രി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആക്കാനുള്ള തീരുമാനം വന്നല്ലോ മലപ്പുറത്ത്. അത് ശരിക്കും നല്ലൊരു തീരുമാനമായിരുന്നു. നല്ലൊരു തീരുമാനമാണ്. അതുപോലെ ഫുട്ബോൾ മലപ്പുറത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് നമ്മുടെ ജില്ലകൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ജില്ലകളെ രണ്ടാക്കണം. ഇപ്പൊ തിരുവനന്തപുരം വലിയ ജില്ലയാണ്. നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞൊരു ജില്ല കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കുറെ കാലം കൊണ്ടേ പറയുന്നു. അത് സംസ്ഥാന ഗവൺമെന്റാണ് കേന്ദ്രത്തെ ധരിപ്പിക്കേണ്ടത്. മലപ്പുറത്ത് ജില്ല രൂപീകരിക്കണം. കോഴിക്കോട് വലിയ ജില്ലയാണ്. എറണാകുളം മലയോര ജില്ലകൾ വലുതാണ്. അതുകൊണ്ടാണ് ജനപ്രാതിനിധ്യ ഭേദഗതി നിയമത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടണം. ഉള്ള ശശി തരൂർ സാറിന് തന്നെ ഇപ്പം തന്നെ സാറിനെ കാണാനില്ല. അതിൻ്റെ ഇടയിൽ കൂടി 2 എംപിമാരാണെങ്കിൽ വികസനം നടക്കും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയെന്ന് പറയുന്നത് പെരുമാതുറ മുതൽ നെയ്യാർ ഡാം, വെള്ളറട, പാറശാല വരെ കിടക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ്. ഇതിനെ 2 ആക്കിക്കൂടെ? അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിനൊക്കെ 2 മെഡിക്കൽ കോളേജ്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോരാ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു, നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് ഒരു മെഡിക്കൽ കോളേജ് രൂപീകരിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ജനസംഖ്യ പെരുകുന്നതനുസരിച്ച് നമ്മളെ സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റും വരണം. ആ കാഴ്ചപ്പാടുകൾക്ക് ചില ഭരണാധികാരികൾക്കില്ല. ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ആരംഭമാണ്, ഇനിയും കിടക്കുകയാണ് 4.25 വർഷം. എങ്ങനെയാണ് പോക്കെന്നറിഞ്ഞൂടാ. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കേരളം കേന്ദ്ര ഗവൺമെൻറ്റിന് എല്ലാ സംസ്ഥാനങ്ങളും തുല്യമായിട്ടാണ് പക്ഷപാതമില്ലാതെ നരേന്ദ്രമോദിയും കേന്ദ്ര ഫൈനാൻഷ്യൽ മിനിസ്റ്ററും നിർമ്മല മാമും പെരുമാറുന്നത്. ആരോടും പ്രീണനമില്ല. എല്ലാവരോടും തുല്യനീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോക്ക്. ആ രീതിയിൽ ആകുന്ന അത്ര കാര്യങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്, തമിഴ്നാട് സ്റ്റാൻഡിംഗ് ഗവൺമെൻറ് ചെയ്തതുപോലെ, കർണാടക ഗവൺമെൻറ് സിദ്ധാരാമയ്യ ചെയ്തതുപോലെ കേന്ദ്രവുമായിട്ട് നയപരമായ രീതിയിൽ ഉടക്കാം, ആശയപരമായിട്ട് വിമർശിക്കാം. പക്ഷേ സ്റ്റേറ്റുകളുടെ ഡെവലപ്മെൻറ്റിന് മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തോട് തോള് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംസ്ഥാനത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതിനൊരു പച്ചക്കൊടിയാണ് വി ഡി സതീശനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.